നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. രാജീവ് സാറിനെ ആദ്യം കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ല. 6 വർഷം കഴിഞ്ഞില്ലേ ശാലിനി? ഇതുവരെ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ലല്ലോ. ഇത് തന്നെ നോക്ക് രാജീവ് സാറെ, മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞതാ ഞാൻ എന്റെ ഭൂതകാലം. എന്നെ വേട്ടയാടാൻ അതിനി പിന്നാലെ വരില്ലെന്നായിരുന്നു വിചാരം. പക്ഷേ അതിനൊരു കഥാപാത്രം കയറി വന്നു, കുറുപ്പ് സർ. അതിന് പിന്നാലെ മറ്റുള്ളവർ കൂടി വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. കഥയിൽ നിന്നും പോയൊരു കഥാപാത്രം മറ്റൊരു കഥയിൽ ജീവിച്ചു തുടങ്ങിയെങ്കിലും ആ കഥാപാത്രം എങ്ങോട്ട് പോയെന്നറിയാനുള്ളൊരു അവകാശം മറ്റു കഥാപാത്രങ്ങൾക്കും ഇല്ലേ ശാലിനി? അതുപോലെ തന്നെ തിരിച്ചു. രാജീവ് സാറിന് ഇപ്പൊ എന്താ അറിയേണ്ടത്? ശാലിനിയായിട്ട് ബന്ധപ്പെട്ട മറ്റുള്ളവരെ ഒക്കെ. എന്നെ പറ്റി ഇപ്പോ ഒരു ഏകദേശ ചിത്രം കിട്ടിയിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഈ മറ്റുള്ളവരാരാണ്? എനിക്കും ശാരിക്കും കോണ്ടാക്ട് ഉള്ളത് ശ്യാമയായിട്ട് മാത്രമാണ്. ശാരദാമ്മ ശാലിനിയുടെ അച്ഛനൊക്കെ എങ്ങോട്ട് പോയെന്നൊരു വിവരവും ഇല്ല. അത് ശ്യാമയ്ക്കും അറിയത്തില്ല. അറിയിക്കാതിരുന്നത് മനഃപൂർവ്വമാണ്. അച്ഛനും അമ്മയും ഒന്നിച്ചുണ്ട്. എവിടെ? അത് മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് സർ. അല്ല, അവരിനി ഒരിക്കലും നാട്ടിലേക്കില്ല? അങ്ങനൊന്നും തീരുമാനിച്ചിട്ടില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും നാട്ടിലേക്ക് എത്തിയ അവരും അവിടെ ഉണ്ടാവും. അതെന്നാണ്? അതെനിക്കും അറിയില്ല. അപ്പോ ശാലിനി ശാരദാമ്മയായിട്ടുള്ളൊരു കോണ്ടാക്ട്? ഫോണിൽ സംസാരിക്കും. നേരിട്ട് കണ്ടിട്ട് 6 വർഷം. അതെന്തു പറ്റി? അതൊരു വ്രതമാണെന്ന് കൂട്ടിക്കോ. കഴിഞ്ഞോ രാജീവ് സാറിന്റെ ചോദ്യങ്ങള്? എന്റെ ചോദ്യങ്ങൾ കഴിഞ്ഞു ശാലിനി. ഇനി ഒന്നുകൂടെ ഉള്ളൂ. കഥയിൽ നിന്നും പോയ കഥാപാത്രങ്ങളെ പറ്റിയാണ് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത്. അത് കഴിഞ്ഞും കഥ തുടർന്നു. അതറിയണ്ടേ? കഥാപാത്രത്തിന് അതറിയണ്ടെങ്കിലോ? വിഷ്ണു ലോക്കപ്പിൽ കിടക്കുകയാണെങ്കിലും? If you don't have anything else. മറ്റൊന്നുമില്ല ശാലിനി. എനിക്കൊരു കനേഡിയൻ ട്രിപ്പുണ്ട്. ഒരാഴ്ച കഴിഞ്ഞേ മടങ്ങും. ശാലിനി മറന്നു കളഞ്ഞ ഭൂതകാലത്തിൽ നിന്ന് ഇനിയും കഥാപാത്രങ്ങൾ മടങ്ങി വരാതിരിക്കാൻ എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ശ്രദ്ധിച്ചോളാം. ആ, ശാലിനി കുറുപ്പസാനോട് പറഞ്ഞെന്നറിഞ്ഞു കഥാപാത്രങ്ങൾ മാറുമ്പോ കഥയും മാറുമെന്ന്. എല്ലാവരുടെയും കഥ തീരുമാനിക്കുന്നത് ദൈവമല്ല ശാലിനി. ചില കഥകൾ എങ്ങനെ ആവണമെന്ന് തീരുമാനിക്കുന്നത് മടങ്ങി വരുന്ന കഥാപാത്രങ്ങളൂടെ. തേൻമൊഴി, മാഡം. ഫാക്സ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ മാഡം.
ഹലോ DGP അദ്ദേഹം അല്ലേ? ഞാൻ സത്യാമ്മയ്ക്ക് കൊടുക്കാമേ. ഇതാ. ഹലോ 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 ഇത് ഇത് കട്ടായല്ലോ. സ്വിച്ച് ഓഫ് ആയല്ലോ സത്യാമ്മേ. ലാൻഡ് ഫോണിലോട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതിപ്പോ എത്രാമത്തെ ആളാ? ഹലോ, സത്യാമ്മയുടെ വീട്ടിൽ നിന്നാണേ. ഹലോ 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 കട്ടായി. ഇപ്പൊ മനസ്സിലായില്ലേ? സ്വിച്ച് ഓഫ് ആവുന്നതല്ല, ആക്കുന്നതാ. ഇത് തനിയെ കട്ടാവുന്നൊന്നുമല്ല, കട്ടാക്കി കളയുന്നതാ. അല്ലെങ്കിൽ വിളിച്ചു പോലെ ആർക്കെങ്കിലും ഒരാൾക്ക് തിരിച്ചു വിളിച്ചൂടെ? തിരക്കില്ല സത്യാമ്മേ. മതി വിളിച്ചത്, ഇനി അയാളെ വിളിക്കണ്ട. നമുക്ക് ആ മാത്യു സ്റ്റീഫൻ ഒന്ന് വിളിച്ചാലോ? അയാൾ കഴിഞ്ഞ മാസം റിട്ടയർ ആയില്ലേടോ. എങ്കിലും പോലീസിന്റെ തലപ്പ് തരുന്ന ആളല്ലേ സാറേ. അദ്ദേഹം പറഞ്ഞാൽ അനുസരിക്കുന്ന 10 പേരെങ്കിലും ഉണ്ടാവില്ല ഇപ്പോഴും പോലീസില്. അക്കൂട്ടത്തിൽ ചന്ദ്രബോസിന്റെ മുകളിലുള്ളവരും ഉണ്ടാവും. ഡോ, അവരെയൊക്കെ തന്നെയല്ലേ ഇപ്പം വിളിച്ചത്? ഡോ, നമ്മളോട് കാണിച്ചത് തന്നെ അവര് മാത്യു സ്റ്റീഫനോടും കാട്ടൂ. സർവീസിൽ നിന്ന് ഇറങ്ങിയ പോലീസുകാർക്ക് പിന്നെ വിലയൊന്നും ഇല്ലടോ. അവർക്കൊട്ടും വില കൊടുക്കാത്ത ആരാന്ന് വെച്ചാ അത് സർവീസിലിരിക്കുന്ന പോലീസുകാരുവാ. പണമായിട്ടും പാരിതോഷികമായിട്ടും എവിടെയൊക്കെ കൊണ്ടുപോയി എത്രയോ തട്ടിയിട്ടുണ്ട് ഞാൻ. മൊത്തം കണക്കുണ്ടല്ലോ പിള്ളേരുടെ കയ്യിൽ. മക്കളുടെ നൂലുകെട്ടിനും ഭാര്യയുടെ പ്രസവത്തിനും പെങ്ങളുടെ കല്യാണത്തിനും അച്ഛനമ്മമാരുടെ 16 അടിയന്തരത്തിനും ഒക്കെ സത്യഭാമിയുടെ ആശീർവാദം വേണം. എന്തിനാ? ചടങ്ങിന് ഞാൻ ചെന്നില്ലെങ്കിലും വിവരം എന്റെ കാതിലെത്തിയ കൈച്ചെലവില്ലാതെ കാര്യം നടന്നോളൂന്ന് എല്ലാത്തിനും അറിയാം. മാസപ്പടിക്ക് പുറമെ പണവും പാരിതോഷികവും ഒക്കെ വേറെ. അന്നൊക്കെ സത്യാമ്മയ്ക്ക് ദിവസവും ഗുഡ് മോർണിംഗ്, വിശേഷ ദിവസങ്ങളിൽ ഫോട്ടോ വെച്ചുള്ള ആശംസകൾ, ബർത്ത്ഡേക്ക് ഫോൺ തുറക്കാൻ പറ്റാത്ത പോലെ ആശംസ പ്രവാഹങ്ങൾ. ഒടുവിൽ കാറ്റൊന്നും മാറി വീശിയപ്പോ നന്ദിയില്ലാത്ത വർഗങ്ങൾ. ഞാൻ മാത്യു സ്റ്റീഫന്റെ കാര്യം പറഞ്ഞത് വേറൊന്നുകൂടി ഉദ്ദേശിച്ച. സത്യാമ്മയുടെ വലിയ സ്നേഹവും വിശ്വാസവും കൂറും ഒക്കെ ഉള്ള ആളാ മാത്യു സ്റ്റീഫൻ. സർവീസിലിരിക്കുമ്പോൾ നല്ല ഒന്നാം തരം മീഡിയേറ്റർ ആയിരുന്നു കക്ഷി. കോർപ്പറേറ്റ് കമ്പനികൾ മുതൽ കൊട്ടേഷൻ പാർട്ടികൾക്കിടയിലുള്ള തർക്കങ്ങൾ വരെ ഇടനില നിന്ന് പരിഹരിച്ചിട്ടുണ്ട്. എടോ, അതിനോട് അങ്ങനൊരു പ്രശ്നമല്ലല്ലോ ഉള്ളത്. എന്നോടൊന്നും തോന്നരുത്. ഞാൻ ആലോചിച്ചിട്ട് ഇങ്ങനൊരു വഴിയേ കാണുന്നുള്ളൂ. താൻ പറയടോ. നമുക്ക് സുസ്മതയായിട്ട് ഒരു ഒത്തുതീർപ്പിന് ശ്രമിച്ചാലോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.